ഹലോ ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടിപ്പാണ്. എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സാധനം വെച്ചിട്ട് നമുക്ക് അറിയാത്ത കുറേ ടിപ്സുകളാണ്. ബേസിക്കായിട്ട് നമ്മൾ ആ ഒരു സാധനം ഉപയോഗിക്കുന്നത് മറ്റു ചില കാര്യങ്ങൾക്കാണ്. പക്ഷെ അത് കൂടാതെ നമ്മൾക്ക് പരിചിതമല്ലാത്ത കുറേ ടിപ്സുകൾ ആ ഒരു സാധനം വെച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകളെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരിട്ട് വീഡിയോയിലോട്ട് ഇറക്കാം. നമ്മളെല്ലാവരും സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. ഇത് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം. ഇത് കർപ്പൂരമാണ് കേട്ടോ. അപ്പോൾ കർപ്പൂരം വെച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യാറുണ്ട്. പക്ഷെ അത് കൂടാതെ നമ്മൾ കുറേ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കർപ്പൂരം വെച്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് കർപ്പൂരം ഉപയോഗിച്ച് കുറേ ടിപ്സുകൾ ചെയ്യാം. പൊടിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല കുറേ ടിപ്സുകൾ നമുക്ക് ആ പൊടി വെച്ച് ചെയ്യാൻ പറ്റും. പൊതുവെ ഒരുപാട് ഹാർഡല്ലാത്ത കർപ്പൂരം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ആവശ്യമുള്ള കർപ്പൂരം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കർപ്പൂരം കൊണ്ട് നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ്, ഇത് നമുക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നതാണ്. എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ അരി നമ്മൾ പല പാത്രങ്ങളിലും ആക്കി വെക്കാറുണ്ട്. ഉപയോഗിക്കുന്ന അരിയാണെങ്കിലും അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന അരിയാണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൽ നിന്നും ഒരു പൂപ്പൽ മണം വരും. കൂടാതെ ഉറുമ്പും അല്ലെങ്കിൽ മറ്റുള്ള പ്രാണികളും അരിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കർപ്പൂരം വെച്ച് ഒരു സിമ്പിൾ കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അരി എന്നും നമ്മൾ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പൊടിച്ച കർപ്പൂരം ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലുള്ള കർപ്പൂരം ഉപയോഗിക്കുന്നതാണ്. കാരണം പൊടിച്ച കർപ്പൂരം ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ അരിയിൽ ആ കർപ്പൂരത്തിന്റെ മണം നല്ല രീതിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ടിഷ്യൂ എടുത്തതിന് ശേഷം ഇതുപോലെ എത്ര വലിയ പാത്രമാണെങ്കിലും ഈ ഒരു രീതിയിൽ രണ്ട് കർപ്പൂരം ഇതിനകത്തോട്ട് വെക്കുക. അതിനുശേഷം ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് എത്ര മാസങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും അരിയിൽ യാതൊരു പ്രാണിയോ പൂപ്പൽ മണോ ഉണ്ടാവില്ല. പൊടിക്കാത്തത് കൊണ്ട് കർപ്പൂരത്തിൻ്റെതായ യാതൊരു ഫ്ലേവറും നമ്മൾക്ക് അരിയിൽ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഒരു ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു കർപ്പൂരം ഉണ്ടെങ്കിൽ നമ്മൾക്ക് വാഷ് ബേസിൻ, സിങ്ക് തുടങ്ങിയ സ്ഥലങ്ങൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാൻ പറ്റും. കാരണം എപ്പോഴും ഇതിൽ ഉറുമ്പ്, പാറ്റ, പഴുതാര തുടങ്ങിയ ഒട്ടുമിക്ക സാധനങ്ങൾ വരാറുണ്ട്. കാരണം ഇതിന് സീവിനകത്തോട്ട് ഇതെല്ലാം മെയിനായിട്ട് മുട്ടയിടുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഒരൊറ്റ കർപ്പൂരം മാത്രം മതി. ഇതുപോലെ സിങ്കിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ആ ഫ്ലേവർ കൊണ്ട് സീവിലൂടെ ഒരു പ്രാണി പോലും മേലോട്ട് കയറി വരില്ല. കണ്ടില്ലേ, ഉറുമ്പുകൾ അതിൻ്റെ കർപ്പൂരത്തിനടുത്തോട്ട് പോകുന്ന സമയത്ത് ഫ്ലേവർ ഇഷ്ടപ്പെടാതെ ഇതുണ്ടല്ലേ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. നോക്കിയത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സിങ്കിലും വാഷ് ബേസിനിലും തീർച്ചയായിട്ടും ഇതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും വാഷ് ബേസിനും സിങ്കും നല്ല ഫ്ലേവർ ഉണ്ടാവും. കൂടാതെ ഇത്തരം പ്രാണികളിൽ നിന്ന് നമുക്ക് ഹൈജീനിക്കായിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നമുക്ക് കർപ്പൂരം വെച്ച് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ടിപ്പാണ്. ബെഡുകളെല്ലാം നിലത്ത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ കട്ടിൽ ഉപയോഗിക്കുന്നതിനേക്കാളും ഡേഞ്ചറാണ് നമ്മൾ നിലത്ത് ബെഡിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ആ ഒരു സ്മെല്ല്, കൂടാതെ നമ്മൾ എണ്ണയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു സ്മെല്ല് തുടങ്ങി അതുപോലുള്ള മണം ഉണ്ടാവും. അപ്പോൾ അതും മാറ്റാൻ കർപ്പൂരം വളരെ നല്ലതാണ് കേട്ടോ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കർപ്പൂരത്തിൻ്റെ പൊടി എടുത്തതിന് ശേഷം ഇതുപോലെ ബെഡിൻ്റെ മേലെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ബെഡിൽ ഉണ്ടാവുന്ന ഒരു പൂപ്പൽ മണമെല്ലാം നല്ല രീതിയിൽ മാറുന്നതാണ്. നമ്മുടെ ഈ ഒരു ഭാഗങ്ങളിൽ ഉറുമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയും ഇതുപോലെ ഇതിങ്ങനെ പൊടി ഇട്ട് കൊടുക്കാം. യാതൊരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് കിടക്കാൻ പറ്റും കേട്ടോ. നിലത്താണ് ബെഡ് ഇടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്ത് നോക്കുക. സ്കൂളെല്ലാം അവധിയായിരിക്കുന്ന സമയത്ത് ബാഗിൽ ബുക്കുകളെല്ലാം മാറ്റി ഇതുപോലെ നമ്മൾ ചിലപ്പോൾ 2-3 മാസങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കും. പ്രത്യേകിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള റെക്സിനൊക്കെ കുറച്ച് ദിവസം ഉപയോഗിക്കാതിരിക്കുമ്പോൾ നനവ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂപ്പൽ മണം വരാൻ സാധ്യതയുണ്ട്. ഒരു സ്കൂൾ ബാഗുകൾ അല്ലെങ്കിൽ ഓഫീസ് കൊണ്ടുപോകുന്ന ബാഗുകൾ, ഏത് ബാഗുകളാണെങ്കിലും അത് ലെതറാണെങ്കിലും ഇതുപോലുള്ള റെക്സിനാണെങ്കിലും പൂപ്പൽ മണം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇതുപോലെ ഓരോ കർപ്പൂരം ഓരോ അറയിലും ഇട്ട് കൊടുക്കാം. വലിയ ചിലവില്ലാത്തതാണ്, യാതൊരു മണവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കൂടുതൽ കുട്ടികൾ ഈ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തൊരു കുഞ്ഞു ടിപ്പാണ്. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റുകളൊക്കെ താമസിക്കുന്നവർക്ക് ഈ വേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം സിംഗിൾ വീടാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടാവും ഇത് സൂക്ഷിക്കുന്നതിന്. ഇതുപോലുള്ള പ്ലാസ്റ്റിക്കുകൾ നമുക്ക് കത്തിക്കാൻ പറ്റില്ല. ഇത് പലതരം കവറുകൾ ഉണ്ടാവും, എണ്ണ, പാലിൻ്റെ കവറുകൾ ഉണ്ടാവും, തൈര്. അപ്പോൾ ഇത് അതുപോലുള്ള കവറുകൾ 3-4 ദിവസം നമ്മൾ ഇതുപോലെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിലുള്ള ബാഡ് സ്മെല്ല് വരും. അപ്പോൾ ഇതുപോലെ വേസ്റ്റ് നിങ്ങൾ വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ ഇതിനും നമുക്ക് ഒരേ ഒരു കാര്യം വേണ്ടു. ഒരു കർപ്പൂരം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും കർപ്പൂരത്തിൻ്റെ മണം മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടാതെ ഉറുമ്പുകളുടെ ശല്യം, പാറ്റകളുടെ ശല്യം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ. കർപ്പൂരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പോസിറ്റീവ് എനർജി തരുന്നൊരു സാധനമാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളൊരു കാര്യം ചെയ്യുക, നമ്മൾ തലയണയുടെ അടിയിൽ
എപ്പോഴും ഒരു കർപ്പൂരം ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കൊരു ഉറക്കം കിട്ടുന്നതാണ്. കൂടാതെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള യാതൊരു ചിന്തകളുണ്ടാവില്ല. നല്ല പോസിറ്റീവായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും. കർപ്പൂരം വെച്ച് കിടക്കുകയാണെങ്കിൽ കൊതുവിൻ്റെ ശല്യം നല്ല രീതിയിൽ കുറയും. അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ ഇതുപോലെ അലമാരയിൽ എത്രയൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഇതുപോലെ മടക്കി വെച്ചാൽ ഒരു 2-3 ദിവസം മാക്സിമം ആ ഒരു മണം ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പൂപ്പൽ മണം തീർച്ചയായിട്ടും ഉണ്ടാവും. അത് മഴക്കാലത്താണെങ്കിൽ മഴ, തണുപ്പ് തുടങ്ങിയ കാലങ്ങളിൽ വളരെ അധികം രൂക്ഷമായിരിക്കും. നിങ്ങൾ ഡ്രസ്സ് ഇതുപോലെ വെക്കുകയാണെങ്കിൽ കുറച്ച് ടിഷ്യൂവിൽ കർപ്പൂരത്തിൻ്റെ പൊടി നമുക്കിതുപോലെ ഒരു ടിഷ്യൂവിൽ മടക്കി വെക്കാം. നമ്മൾ സേഫ്റ്റി പിന്നെ കൊണ്ട് 1-2 ഹോൾ വേണമെങ്കിൽ ഇടാം. ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലേവർ ഉണ്ടാവും. അതിനുശേഷം നമുക്ക് 1-2 പൊതിയായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ വെക്കാൻ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എവിടെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഇനി നമുക്ക് കഷ്ടപ്പെട്ട് അലക്കിയെടുത്ത തുണികൾ നമുക്ക് ആ ഒരു ഫ്രഷ്നസോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഡ്രസ്സിനും ആ മണം ഉണ്ടാവും. കൂടാതെ അലമാര ഫുള്ളായിട്ട് ആ മണം സ്പ്രെഡ് ചെയ്യും. അടുത്ത ഒരു ടിപ്പ് ചെയ്യാൻ പോകുന്നത്, നമ്മളിതുപോലെ ഷൂസുകൾ നനഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്നൊരു വൃത്തിയായിട്ട മണം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് മഴക്കാലം വേനൽക്കാലം എന്ന് പ്രത്യേകിച്ച് തരംതിരിവൊന്നുമില്ല. മഴക്കാലത്താകുമ്പോൾ ഇത് റെക്സിന് ഉണങ്ങാത്ത ആ ഒരു മണമായിരിക്കും. ചൂട് കാലത്താണെങ്കിൽ നമുക്ക് ആ സോക്സൊക്കെ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ വിയർക്കുമ്പോൾ ഇതിനകത്തും ബാഡ് സ്മെൽ ഉണ്ടാവാനുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും ബെസ്റ്റ് ടിപ്പാണ്, നമുക്കൊരു കർപ്പൂരം എടുത്തിട്ട് ഇതുപോലെ ഉപയോഗം കഴിഞ്ഞ ശേഷം ഇതുപോലെ ഇട്ട് വയ്ക്കാം. കാരണം കർപ്പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാലും നമുക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടില്ല. കർപ്പൂരം പൊടിച്ചിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് ബേക്കിംഗ് സോഡ കൂടെ നിങ്ങളിതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ ദിവസങ്ങളോളം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. കാരണം മറ്റുള്ള ബാഡ് സ്മെൽ എപ്പോഴും അബ്സോർബ് ചെയ്യുന്ന ഒരു സാധനമാണ് ബേക്കിംഗ് സോഡ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഷൂസിനകത്ത് നിന്ന് വരുന്ന ബാഡ് സ്മെല്ല് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. കർപ്പൂരത്തിൻ്റെ ഉണ്ടാകുന്ന അടുത്തൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുപോലെ വാഷ് ബേസിൻ്റെ പൈപ്പ് പോകുന്ന ഹോളിൽ ഇതിനകത്ത് പാറ്റയുടെ മെയിൻ ശല്യം ഉണ്ടാകുന്ന സ്ഥലമാണ്. കർപ്പൂരത്തിൻ്റെ പൊടി ഇതുപോലെ ടിഷ്യൂലാക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പാറ്റയാണ്, കോക്രോച്ച്. വാഷ് ബേസിനിൽ അകത്ത് ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്കിതുപോലെ പുറത്തും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കിച്ചണിൽ പല്ലിയുടെ ശല്യം നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ ഭക്ഷണത്തിലൊക്കെ വന്നത് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫുഡ് പോയ്സന് കാരണമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പൊടിച്ച് വെച്ച കർപ്പൂരം ഇതുപോലെ ആ ഗ്യാസിൻ്റെ ഈ ഒരു ഭാഗത്തെല്ലാം അങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇവിടെയൊക്കെയാണ് പല്ലിയുടെ ഒക്കെ മെയിൻ സ്ഥലം. നമുക്ക് ഈ ഒരു സൈഡുകളിലെല്ലാം അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കിച്ചണിൽ മസ്റ്റായിട്ട് ഈ ഒരു കാര്യം സൂക്ഷിക്കുക. കാരണം നമ്മൾ കെമിക്കലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈജീനിക് ആയിട്ട് ഇരിക്കേണ്ട മറ്റൊരു സ്ഥലം കുളിമുറിയാണ്. കുളിമുറിയിലും നല്ല രീതിയിൽ നമുക്ക് പല സ്മെല്ലും ഉണ്ടാവാം. അപ്പോൾ കുളിമുറിയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് കർപ്പൂരം ഒരു കോട്ടൺ തുണിയിൽ കെട്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പോർഷനിൽ വെച്ച് കഴിഞ്ഞാൽ കുളിമുറി നമ്മൾ തുറക്കുന്ന സമയത്ത് തന്നെ നല്ല മണം ഉണ്ടാവും. കൂടാതെ നമ്മൾ ക്ലോസറ്റിൽ ഉണ്ടാവുന്ന ആ ഒരു ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഫ്ലഷ് ടാങ്കിൻ്റെ അകത്തോട്ട് ഒരു കർപ്പൂരം ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഫ്ലഷ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു സ്മെല്ലോടെ. കർപ്പൂരം അലിയാൻ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് ഓരോ ഫ്ലഷിലും നമുക്ക് ടോയ്ലറ്റ് നല്ല രീതിയിലുള്ള ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്യുകയാണെങ്കിൽ ടോയ്ലറ്റും എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല വാസനയോടെ ഇരിക്കും കേട്ടോ. അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് ഇത്. പ്രത്യേകിച്ചിട്ട് കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ജലദോഷം ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾക്ക് നെഞ്ചിൽ കഫക്കെട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൂടാതെ കൈകാലുകളിൽ എവിടെയെങ്കിലും നമുക്ക് ചതവുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വേദന മാറുന്ന ഒരു സാധനമാണ് കർപ്പൂരം. കർപ്പൂരം ജസ്റ്റ് ഇതുപോലെ ഒരു പാത്രത്തിലോട്ടിടുക. അതിനുശേഷം കുറച്ച് ചൂടുള്ള വെള്ളം, അതായത് തണുത്ത വെള്ളത്തിനേക്കാളും നല്ല ചൂടുള്ള വെള്ളമാണ്. അതിനുശേഷം നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് തലവേദന ഉണ്ടെങ്കിൽ തലയുടെ 2 സൈഡ് തുണിയെടുത്തിട്ട് നല്ല രീതിയിൽ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ആ കഫക്കെട്ടിൻ്റെ ഒരു ബുദ്ധിമുട്ടും തലവേദന തുടങ്ങിയ ഒട്ടുമിക്ക വേദനകളും മാറുന്നതാണ് കേട്ടോ. ഇതുകൂടാതെ നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് ചൂടാക്കിയിട്ട് കർപ്പൂരം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വേദന സംഹാരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എവിടെ വേദന ഉണ്ടെങ്കിലും ആ ഒരു സൊല്യൂഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വേദന മാറുന്നതാണ്. അപ്പോൾ കർപ്പൂരം വെച്ച് ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ. വീഡിയോ കാണാം. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ടിപ്പുകൾ വീട്ടിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കറിയാവുന്ന കുറേ ടിപ്സുകൾ കർപ്പൂരം വെച്ചിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനിയും ബാലൻസ് ഉണ്ട്. നമുക്കൊരു വീഡിയോയിൽ കംപ്ലീറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ടിപ്സുകൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്ത വെറൈറ്റി ടിപ്സുകൾ കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ.